ദുബായ് പോലുള്ള കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ, റിയൽ എസ്റ്റേറ്റ് ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അണ്ടർ എഞ്ചിൻ ഡെവലപ്മെന്റ്സ് ആണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് പാക്കേജസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് VR ട്രെയിനിങ് സിമുലേഷൻസിന് യൂണിറ്റി ഉപയോഗിക്കുന്നതാണ്. കാരണം VR ഡെവലപ്മെന്റ് കുറച്ചുകൂടി സിമ്പിൾ ആണ് യൂണിറ്റിയിൽ. വൈ അൺറിയൽ ഫോർ ഗെയിം ഡെവലപ്മെന്റ്? ഏതൊരു കുട്ടിക്കും ആദ്യം ഉണ്ടാവുന്ന ഡൗട്ടാണ് ഗെയിം ഫീൽഡിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് മൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റി ഓഫ് അൺറിയൽ. സോ അൺറിയൽ ഓഫേഴ്സ് ഹൈ ഫെർട്ടിലിറ്റി വിഷ്വൽസ്. സോ ഗെയിമിംഗ് എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എത്രത്തോളം ബെറ്റർ ആവുന്നു, ആ എക്സ്പീരിയൻസ് ബെറ്റർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആസ്പെക്ട്സ് ഉണ്ടെന്നറിയാം. ഒന്ന്, അതിന്റെ ഗെയിം പ്ലേ എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ഗെയിമിലുണ്ട്, അതിന്റെ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിൽ ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട് നമ്മുടെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന വിഷ്വൽസ്, ആ വിഷ്വൽസ് എത്ര റിയലിസ്റ്റിക് ആണ്, അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്, ടെക്സ്ചേഴ്സ്, ഈ ഒരു ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അപ്പൊ നമ്മൾ ആ ഗെയിമിലേക്ക് ഇമ്മേഴ്സീവ് ആവുകയാണ് കൂടുതൽ, എപ്പോഴും എക്സ്പീരിയൻസ് ബെറ്റർ ആവുന്ന കൂടി. സോ അൺറിയൽ ഓഫേഴ്സ് ദീസ് കൈൻഡ് ഓഫ് ഹൈ ഫെർട്ടിലിറ്റി എക്സ്പീരിയൻസസ്. ഐ തിങ്ക് ദാറ്റ്സ് വൈ people is going to choose Unreal for the game development, because that high fidelity visuals and also core gameplay functionalities and like PC games, എനിക്ക് തോന്നുന്നു Unreal തന്നെയാണ് better option for high fidelity. What is the job security of an Unreal developer? ജോബ് സെക്യൂരിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടില് Unreal ഇംപ്ലിമെന്റേഷൻ കുറവാണ്, പ്രോജക്ട്സ് കുറവാണ്. കാരണം Unrealന് എടുക്കുന്ന ഒരു ഡെലിവറി ടൈം പ്ലസ് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പക്ഷെ ഔട്ട്പുട്ട് ക്വാളിറ്റി ചൂസ് ചെയ്യുന്നവർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, അതിനനുസരിച്ചുള്ള പ്രോജക്ട്സ് നമുക്കുണ്ട്. കേരളത്തിൽ കുറവാണെന്നേ ഉള്ളൂ. അപ്പം മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് എന്റെ ഫേമിനടക്കം കിട്ടുന്നത് ബാംഗ്ലൂർ പോലുള്ള ലൊക്കേഷൻസിൽ നിന്നാണ്. എമൗണ്ടും ഹ്യൂജ് ആണ്. പ്ലസ് അൺറിയലിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിഷ്വൽ ഫെർട്ടിലിറ്റി നമ്മൾ ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോബ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്താൽ പോലും ഇപ്പോൾ അൺറിയൽ ഡെവലപ്പേഴ്സ് റോള് എന്ന് പറയുന്നത് ഒരുപാട് റോൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അൺറിയലിൽ. എസ്പെഷ്യലി സർട്ടൺ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് റോളുകൾ, അതേപോലുള്ള AI ഇന്റഗ്രേറ്റഡ് റോളുകൾ. അപ്പം AI ഇന്റഗ്രേഷൻ നമുക്കറിയാം, AI നല്ല രീതിക്ക് ഗെയിം ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം AIയുടെ ഇൻവോൾവ്മെന്റ്സ് അത് അൺറിയലിൽ എടുത്തു പറയേണ്ടത് AI NPCs, അതല്ലെങ്കിൽ അൺറിയൽ ഓഫർ ചെയ്യുന്ന മെറ്റാ ഹ്യൂമൻ കാപ്പബിലിറ്റീസ്. അപ്പം അത് ഗെയിമിന്റെ എക്സ്പീരിയൻസിന് നല്ലോണം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ അൺറിയലിന്റെ മെറ്റാ ഹ്യൂമൻ പ്ലസ് AI ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാ ഫീൽഡിലേക്കും ഗെയിമിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അൺറിയൽ എഞ്ചിന്റെ യൂസ് കേസസും വൈഡാണ്. ഇപ്പം ഗെയിം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പബ്ജിയോ അല്ലെങ്കിൽ ഫ്രീ ഫയറോ ആണെന്നുണ്ടെങ്കിൽ അതല്ല കറന്റ്ലി ഇൻഡസ്ട്രി. ഗെയിമിഫിക്കേഷൻ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അപ്പൊ അതിപ്പോ പ്രോപ്ടെക് ആയാലും ഫിൻടെക് ആയാലും എല്ലാ മേഖലകളിലും, എസ്പെഷ്യലി GCC ദുബായ് പോലുള്ള കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ, റിയൽ എസ്റ്റേറ്റ് ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി അണ്ടർ എഞ്ചിൻ ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. ഒരുപാട് ഹയറിങ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫേം അടക്കം ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നത് ദുബായ് ബേസ് ചെയ്തിട്ടാണ്. അതും ഇതേപോലുള്ള ഒരുപാട് വിഷ്വൽ ഷോറൂംസും VR എക്സ്പീരിയൻസസും അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. What are all the income streams of an Unreal developer? അൺറിയൽ ഡെവലപ്പേഴ്സിന് ഇൻകം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ദേ ആർ നോട്ട് ഗോണ സ്റ്റിക്ക് ഓൺ ടു ആ ടേം കോൾഡ് ഗെയിം. ഓക്കെ, സോ ഗെയിമിഫിക്കേഷൻ നമുക്ക് എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ, നമ്മൾ ആർക്കിടെക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കാൻ പോകുന്നൊരു വീട് നമ്മൾ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ ആക്കി കൊടുത്ത് വാക്ക് ത്രൂ ചെയ്യുക. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ഓടിയാടുന്ന വീട് കാണുന്നു, ഫർണിച്ചർ മാറ്റുന്നു, ലേ ഔട്ട് മാറ്റുന്നു, ഇഷ്ടപ്പെട്ട കോൺഫിഗറേഷൻ എടുക്കുന്നു, ആ വീട് നമുക്ക് വെക്കേണ്ട രീതിയിലേക്ക് മാറ്റുന്നു, കോൺട്രാക്ടറിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആർക്കിടെക്ടിനെ കാണിക്കുന്നു, ഫൈനലൈസ് ചെയ്യുന്നു, വീട് വെക്കുന്നു. ഇതൊരു കൈൻഡ് ഓഫ് ഗെയിമിഫൈഡ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇത് ആർക്കിടെക്ചറിന്റെ സൈഡ്. റിയൽ എസ്റ്റേറ്റിന്റെ സൈഡ്, അപ്പൊ നമ്മളൊരു അപ്പാർട്ട്മെന്റോ ഫ്ലാറ്റോ മേടിക്കാൻ പോകുന്നു, നമ്മൾ അതൊരു ആപ്ലിക്കേഷൻ ആക്കുന്നു, ഗെയിം കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾ വാക്ക് ഇൻ ചെയ്യുന്നു, ഡ്രോൺ വ്യൂവിൽ നമ്മൾ ഫുള്ള് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇറങ്ങി കാണുന്നു, നമ്മൾ നാവിഗേഷൻസ്, ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം വ്യൂ ചെയ്യുന്നു, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സൺറൈസ് എങ്ങനെയാണ്, സൺസെറ്റ് എങ്ങനെയാണ്, ഏത് വ്യൂവിൽ നമുക്ക് അതിനെ കാണാം, ഇങ്ങനെയുള്ള എന്താ പറയാ വിഷ്വലി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ആസ്പെക്റ്റുകളെല്ലാം നമുക്ക് ഗെയിമിഫിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. അഥവാ ഒരു ഗെയിം ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഗെയിം ഡെവലപ്പർ ആണല്ലോ അൺറിയൽ ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ റോങ് ഗെയിം ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ അവർക്ക് വരുന്ന പ്രോജക്റ്റ് ഇത് ടൈപ്പ് ആയിട്ടുള്ളതായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോപ്ടെക് ഒന്നാണ്, ഫിൻടെക് ഞാൻ പറഞ്ഞു, പിന്നെ വിർച്വൽ ഫാഷൻ ഷോറൂംസ് ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാം വിർച്വലി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാങ്കിങ് ആയാലും ഫാഷൻ ഷോറൂംസ് ആയാലും എല്ലാം നമുക്ക് വിർച്വലി ഇപ്പം ചെയ്യാൻ പറ്റും. വിർച്വലി അത് ആപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ ഒരു ഗെയിമിഫിക്കേഷൻ അല്ലെങ്കിൽ ഗെയിം കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതില് VR വിർച്വൽ റിയാലിറ്റി
നമ്മൾ VR ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീൻ വിഷ്വലൈസ് ചെയ്യാം. VR ഉപയോഗിച്ച് നമുക്ക് വെക്കാൻ പോകുന്നൊരു വീട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ അത് കുറച്ചൊരു ഇമ്മേഴ്സീവ് ഫീലിംഗ് ആണ്. ഇപ്പൊ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. അപ്പം ഈ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗെയിം ഡെവലപ്പറിനാണ്. ഓക്കെ, അപ്പം വിഷ്വലൈസിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ വിഷ്വലൈസിങ് ചെയ്യാൻ ഒരു 3D ജേർണലിസ്റ്റ് ആയാൽ മതി, അഥവാ ഒരു 3D റെൻഡറിങ് കാപ്പബിലിറ്റി പഠിച്ചാൽ മതി. പക്ഷെ ഡെവലപ്പർ റോള് വരുമ്പോഴാണ് അതൊരു ഇന്ററാക്റ്റീവ് ആയി മാറുന്നത്, ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറുന്നത്. അപ്പം നോർമൽ ഒരു ഫോട്ടോ വീഡിയോ കാണുന്നതിന് പകരം ഒരു ആപ്ലിക്കേഷൻ ആവുന്നു, അഥവാ ഒരു ഗെയിം എക്സ്പീരിയൻസ് ആവുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പം ആ വാല്യൂ ഒരു 100 സ്റ്റാറ്റിക് റെൻഡേഴ്സിന് അപ്പുറമാണ് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് ആർക്കിടെക്ചർ ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും ഫോർ പ്രസന്റേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഗവൺമെന്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം പ്രോജക്ട്സ് നമുക്ക് കിട്ടും. അപ്പം ഗവൺമെന്റിന്റെ പ്രോജക്ട്സിൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് അൺറിയലാണ് ചെയ്തത്. കംപ്ലീറ്റ്ലി അൺറിയൽ എഞ്ചിൻ ഡെവലപ്മെന്റ് ആണ് നടന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിലെ എല്ലാ വോളുകളും 3D പ്രൊജക്ഷൻ മാപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വോളിന്റെ ലെങ്ത്തും വിഡ്ത്തും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോണ്ടന്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് അൺറിയൽ എഞ്ചിനിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ മീഡിയ എന്റർടൈൻമെന്റ് ഒരു കൊളാബറേഷൻ വന്നു അൺറിയലിന്. അപ്പം അൺറിയലിന്റെ ഗെയിം ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ ഗെയിം എഞ്ചിന്റെ യൂട്ടിലൈസേഷൻ നമ്മൾ വിഷ്വൽ പ്രൊഡക്ഷനിൽ ചെയ്യുവാണ്. ഇപ്പൊ വിഷ്വൽ പ്രൊഡക്ഷനിൽ ചെയ്ത് നമുക്ക് ആ ഫൂട്ടേജസ് ആ പിക്സൽ പാച്ചിൽ ചെയ്തിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്കതിനകത്ത് ഫിസിക്കൽ സെൻസേഴ്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഹാൻഡ് ഗെസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽ പ്ലേ ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വാളിൽ തന്നെ എന്തെങ്കിലും പ്ലേ ഗെയിംസ്, ഷൂട്ടർ ഗെയിംസ് ഒക്കെ നമുക്ക് വാളിൽ തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫിസിക്കലി ഒരു ഗൺ വെച്ചിട്ട് വാളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് വാളിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഇന്ററാക്ഷൻസ് നടക്കും. ബ്ലോക്സ് പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം അച്ചീവ്മെന്റ്സ് ലെവലിൽ കളിക്കുകയോ അങ്ങനെ ഇന്ററാക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതൊരു അടുത്ത പോസിബിലിറ്റിയാണ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. നമ്മൾ അത് കൂടുതൽ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആയിട്ട് അവരുടെ പല ചാപ്റ്റേഴ്സും ലെസൺ പ്ലാൻസ്, അവരുടെ പല ലെസൺസും ഇന്ററാക്റ്റീവ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഫോറസ്റ്റിനെ പറ്റി പഠിപ്പിക്കുകയാണ്, ഫോറസ്റ്റിലുള്ള ഓരോ ജീവികളെ പറ്റി പഠിപ്പിക്കുകയാണ്, എലിഫന്റ് അതേപോലുള്ള പല ആനിമൽ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അവരുടെ ഇൻട്രോസും അവരുടെ വിഷ്വൽസും അവരുമായിട്ടുള്ള കുട്ടികളുടെ ഇന്ററാക്ഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ അവര് കൈ കാണിച്ചു കഴിഞ്ഞാൽ എലിഫന്റ് അവിടെ നിന്ന് കൈ കാണിക്കുന്നു. അത് ഫുള്ളി അനമോർഫിക് വിഷ്വൽസ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിക്സൽ പാച്ച് എടുത്തിട്ട് അതിനനുസരിച്ച് കോണ്ടന്റ് മാപ്പ് ചെയ്ത് പ്ലേ ചെയ്യുന്നതാണ്. അപ്പം കുറച്ചുകൂടി ഇമ്മേഴ്സീവ് ഫീലാണ്. അപ്പൊ ഇതൊക്കെ അൺറിയൽ എഞ്ചിന്റെ കോർ ആസ്പെക്ട്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ഉണ്ട്, യൂണിറ്റിയും അൺറിയലും. അപ്പം ഒരു സ്റ്റുഡന്റിന് ഇപ്പോൾ ഏതെങ്കിലും ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ ഏത് പെർസ്പെക്റ്റീവിലായിരിക്കണം ഏത് ഗെയിം എഞ്ചിൻ ചൂസ് ചെയ്യാന്ന് സാറിന് തോന്നുക? അവിടെ എൻഡ് ഗോൾ എന്താണ് അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഇപ്പം നമ്മൾ ഏത് എഞ്ചിൻ ചൂസ് ചെയ്യുമ്പോഴും ആ എഞ്ചിൻ ഓഫർ ചെയ്യുന്ന കുറെ പ്രോസും കോൺസും ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതില് യൂണിറ്റിയുടെ പ്രോസ് എന്ന് പറയുന്നത് യൂണിറ്റി ഒരു അധികം ലേണിംഗ് കർവ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പ്ലസ് അതിൽ ചെയ്യുന്ന പ്രോജക്ട്സ് ഒക്കെ അത്ര ഒപ്റ്റിമൈസ്ഡും ആണ്. അപ്പൊ നമുക്ക് ഈസിലി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിങ്ങും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അൺറിയലിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺറിയലിന്റെ പൈപ്പ് ലൈൻ സെറ്റിങ്ങും ലേണിംഗ് കർവും നല്ല രീതിക്കുണ്ട്. ഓക്കെ, അൺറിയലിന്റെ എപ്പോഴും അൺറിയലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ ക്വാളിറ്റിയും, പിന്നെ അൺറിയൽ നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് മൊബൈൽ ഗെയിമാണ്. അപ്പം മൊബൈൽ കൈൻഡ് ഓഫ് ഡിവൈസസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒപ്റ്റിമൈസേഷൻ അധികം വേണം. അപ്പം ഗെയിം പ്ലേ പ്ലസ് എ ഗുഡ് ക്വാളിറ്റി വിഷ്വൽസ് അത് യൂണിറ്റിക്ക് ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്ത് ലെസ് ടൈം. അപ്പൊ ലെസ് ടൈമിൽ മാക്സിമം പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഔട്ട്പുട്ട് ചെയ്യാന്ന് പറയുന്നത് യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ പോസിബിൾ ആണ്. ഈസി ലേണിംഗ് കർവ് ആണ്. അപ്പൊ ഇന്ത്യയിലെ മാക്സിമം സ്റ്റുഡിയോസ് യൂണിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സോ യൂണിറ്റിക്ക് ഇന്ത്യയിൽ നല്ല സ്കോപ്പ് ഉണ്ട് മാർക്കറ്റില്. പക്ഷെ കറന്റ്ലി ഇപ്പൊ മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ എല്ലാവരും വിഷ്വൽ എക്സ്പീരിയൻസസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഗെയിം പ്ലേ വിത്ത് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓൾസോ വിത്ത് എ ഗുഡ് ഹൈ ഫെഡിലിറ്റി എക്സ്പീരിയൻസ്. അപ്പം ഇത് ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് ഗെയിം ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇത് അൺറിയലിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അൺറിയലിന് നമ്മൾ ആ ഒരു ലേണിംഗ് കർവിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഇപ്പൊ യൂണിറ്റിയിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അൺറിയലിൽ കുറച്ച് പാടാണ് പഠിക്കാൻ. കാരണം അൺറിയലിന്റെ ആ കോർ ഫംഗ്ഷനാലിറ്റീസും പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഞാൻ പറഞ്ഞ ഹൈ ഫെഡിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറെ ടൂൾ സെറ്റ്സും ഉണ്ട്. അപ്പൊ അത് നമുക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ PC ഗെയിംസ് ഫോക്കസ് ചെയ്യുന്നത് അൺറിയലാണ്. സോ അൺറിയലില്
ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്സും ചെയ്യാൻ പറ്റും. അഥവാ യൂണിറ്റിയുടെ അതേ ഫംഗ്ഷനാലിറ്റി തന്നെ അൺറിയലിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർസും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അൺറിയൽ കുറച്ചുകൂടെ ഹാർഡ്വെയർ ഹംഗ്രിയാണ്. അൺറിയൽ GPU ഫോക്കസ്ഡ് ആണ്. യൂണിറ്റി GPU ഫോക്കസ്ഡ് ആണെങ്കിലും യൂണിറ്റിക്ക് എന്താ പറയാ, അൺറിയലിന്റെ അത്രയും കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമില്ല യൂണിറ്റി ഡെവലപ്മെന്റ്സിന്. പക്ഷെ അൺറിയലിന് GPUവിന്റെ ഹെവി സപ്പോർട്ട് വേണം, ഹെവി ലോഡ് വേണം. സോ അവിടെയും ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവന് ഹൈ ഫെഡിലിറ്റി വേണം, പിന്നെ PC-യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈം ഉണ്ട്, പിന്നെ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അൺറിയൽ ചൂസ് ചെയ്യുക. അത് ഫ്യൂച്ചർ പ്രൂഫിംഗ് ആണ്. ഒരുപാട് AI ഇംപ്ലിമെന്റേഷൻസും ഒരുപാട് വൈഡ് പ്രോജക്ട്സിലും അൺറിയൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വിഷ്വൽ ക്വാളിറ്റി അതിന്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. യൂണിറ്റി സ്റ്റിൽ ഗുഡ് ആണ്. ഇന്ത്യയിൽ നല്ല ഡെവലപ്മെന്റ് ഉള്ളതാണ്. ഇന്ത്യയിലെ ഒരുപാട് പ്രോജക്ട്സ്, ട്രെയിനിങ് സിമുലേഷൻസ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് VR ട്രെയിനിങ് സിമുലേഷൻസിന് യൂണിറ്റി ഉപയോഗിക്കുന്നതാണ്. കാരണം VR ഡെവലപ്മെന്റ് കുറച്ചുകൂടി സിമ്പിൾ ആണ് യൂണിറ്റിയിൽ. ഓക്കെ, അൺറിയലിനെ സംബന്ധിച്ച്. പക്ഷെ അൺറിയലിൽ ഓക്കെയാണ്, ഹൈ ഫെഡിലിറ്റി വിഷ്വൽസ് നമുക്ക് കിട്ടും. VR അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി നമുക്ക് അൺറിയലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.